ഹായ് ഓൾ, നമുക്കിന്നൊരു കൊഞ്ചുതീയലിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഞാൻ അതിനായിട്ട് കുറച്ച് പച്ചക്കറികളും തക്കാളിയും കൊച്ചുള്ളിയും നമുക്ക് ആവശ്യമായിട്ടുള്ള കൊഞ്ചും എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ നല്ല എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് വറുത്തിട്ട് നമ്മൾ പിന്നെ ആ കൊച്ചുള്ളി ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നീടാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇരുന്ന് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിക്കാൻ വെക്കണം. നമ്മളിടുന്ന വെജിറ്റബിൾസിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കൊഞ്ചും കൂടി ഇട്ടിട്ടാണ് ഒന്ന് വേവിക്കാനായിട്ട് മൂടി വെക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ തേങ്ങ വെച്ചിട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് നല്ല ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം, ബ്രൗൺ കളർ ആവുന്നിടം വരെ. എന്നിട്ട് നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് നല്ല ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഈ ഒരു കളറാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നന്നായിട്ട് കടും കളർ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പച്ചക്കറി ഒരു സൈഡിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തീയൽ റെഡിയായി വന്നിട്ടുണ്ട്. ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം. അപ്പോൾ ഓക്കെ, ബൈ.